ഓം ശാന്തി. 5-12-24 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങൾക്ക് ഏതൊരു ജ്ഞാനം ലഭിക്കുന്നുവോ അതിന്മേൽ വിചാരസാഗര മഥനം ചെയ്യൂ. ജ്ഞാനമഥനത്തിലൂടെ തന്നെയാണ് അമൃത് പുറത്തു വരുന്നത്. ചോദ്യം: 21 ജന്മത്തേക്ക് സമൃദ്ധമാകാനുള്ള ഉപാധി എന്താണ്? ഉത്തരം: ജ്ഞാനരത്നങ്ങൾ. എത്രത്തോളം നിങ്ങൾ ഈ പുരുഷോത്തമ സംഗമയുഗത്തിൽ ജ്ഞാനരത്നങ്ങൾ ധാരണ ചെയ്യുന്നുവോ അത്രത്തോളം സമൃദ്ധമാകുന്നു. ഇപ്പോഴുള്ള ജ്ഞാനരത്നങ്ങൾ അവിടെ വജ്രവൈഢൂര്യങ്ങളായി മാറുന്നു. എപ്പോഴാണോ ആത്മാവ് ജ്ഞാനരത്നം ധാരണ ചെയ്യുന്നത്, വായിൽ നിന്നും ജ്ഞാനരത്നങ്ങൾ പുറപ്പെടുവിക്കുന്നത്, രത്നങ്ങൾ മാത്രം കേൾക്കുകയും കേൾപ്പിക്കുകയും ചെയ്യുന്നത്, അപ്പോൾ അവരുടെ ഹർഷിത മുഖത്തിലൂടെ ബാബയുടെ പേര് പ്രസിദ്ധമാകുന്നു. ആസുരീയ ഗുണങ്ങൾ മാറണം, അപ്പോഴാണ് സമൃദ്ധമാകുന്നത്. ഓം ശാന്തി. ബാബ കുട്ടികൾക്ക് ജ്ഞാനത്തെക്കുറിച്ചും ഭക്തിയെക്കുറിച്ചും മനസ്സിലാക്കിച്ചു തരുന്നു. സത്യയുഗത്തിൽ ഭക്തി ഉണ്ടായിരിക്കുന്നില്ല എന്ന് കുട്ടികൾ മനസ്സിലാക്കുന്നു. ജ്ഞാനവും സത്യയുഗത്തിൽ ലഭിക്കുന്നില്ല. ശ്രീകൃഷ്ണൻ ഭക്തിയും ചെയ്യുന്നില്ല, ജ്ഞാനത്തിൻ്റെ മുരളി ഊതുന്നതുമില്ല. മുരളി എന്നാൽ ജ്ഞാനം നൽകുക എന്നാണ്. മുരളിയിൽ ഇന്ദ്രജാലമുണ്ട് എന്ന് മഹിമയുണ്ടല്ലോ. അപ്പോൾ തീർച്ചയായും എന്തെങ്കിലും ഇന്ദ്രജാലം ഉണ്ടായിരിക്കുമല്ലോ. കേവലം മുരളി ഊതുന്നത്, അതായത് ഓടക്കുഴൽ വായിക്കുന്നത് കോമൺ കാര്യമാണ്. ഭിക്ഷുക്കൾ പോലും മുരളി ഊതുന്നു. ഇതിലാണെങ്കിൽ ജ്ഞാനത്തിൻ്റെ ഇന്ദ്രജാലമാണ്. അജ്ഞാനത്തെ ഇന്ദ്രജാലം എന്ന് പറയില്ല. ശ്രീകൃഷ്ണൻ മുരളി ഊതുമായിരുന്നു എന്ന് മനുഷ്യർ വിചാരിക്കുന്നു. കൃഷ്ണന്റെ വളരെയധികം മഹിമ ചെയ്യുന്നു. ബാബ പറയുന്നു, ശ്രീകൃഷ്ണൻ ദേവതയായിരുന്നു. മനുഷ്യനിൽ നിന്നും ദേവത, ദേവതയിൽ നിന്നും മനുഷ്യൻ. ഇത് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ദൈവിക സൃഷ്ടിയുമുണ്ട്, മനുഷ്യ സൃഷ്ടിയുമുണ്ട്. ഈ ജ്ഞാനത്തിലൂടെ മനുഷ്യനിൽ നിന്നും ദേവതയാകുന്നു. എപ്പോഴാണോ സത്യയുഗമായിരിക്കുന്നത് അപ്പോൾ ഈ ജ്ഞാനത്തിൻ്റെ സമ്പത്താണ്. സത്യയുഗത്തിൽ ഭക്തി ഉണ്ടായിരിക്കുന്നില്ല. ദേവതമാർ എപ്പോഴാണോ മനുഷ്യരാകുന്നത് അപ്പോൾ ഭക്തി ആരംഭിക്കുന്നു. മനുഷ്യനെ വികാരിയെന്നും ദേവതമാരെ നിർവികാരിയെന്നും പറയുന്നു. ദേവതമാരുടെ സൃഷ്ടിയെ പവിത്ര ലോകം എന്ന് പറയുന്നു. ഇപ്പോൾ നിങ്ങൾ മനുഷ്യനിൽ നിന്നും ദേവതയായിക്കൊണ്ടിരിക്കുന്നു. ദേവതമാരിൽ പിന്നെ ഈ ജ്ഞാനം ഉണ്ടായിരിക്കുകയില്ല. ദേവതമാർ സദ്ഗതിയിലാണ്. ജ്ഞാനം വേണ്ടത് ദുർഗതിയിലുള്ളവർക്കാണ്. ഈ ജ്ഞാനത്തിലൂടെ തന്നെയാണ് ദൈവിക ഗുണങ്ങൾ വരുന്നത്. ജ്ഞാനത്തിൻ്റെ ധാരണയുള്ളവരുടെ പെരുമാറ്റം ദേവതമാരുടേതുപോലെ ആയിരിക്കും. ധാരണ കുറഞ്ഞവരുടെ പെരുമാറ്റം മിക്സ് ആയിരിക്കും. ആസുരീയ പെരുമാറ്റം എന്ന് പറയില്ല. ധാരണയില്ലെങ്കിൽ എൻ്റെ കുട്ടികൾ എന്നെങ്ങനെ വിളിക്കപ്പെടും? കുട്ടികൾ ബാബയെ അറിയുന്നില്ലെങ്കിൽ ബാബയും കുട്ടികളെ എങ്ങനെ അറിയുവാനാണ്? എത്ര അപക്വമായ അധിക്ഷേപങ്ങൾ ബാബയ്ക്ക് നൽകുന്നു. ഭഗവാനെ അധിക്ഷേപിക്കുന്നത് എത്ര മോശമാണ്. പിന്നെ എപ്പോഴാണോ അവർ ബ്രാഹ്മണരാകുന്നത് അപ്പോൾ അധിക്ഷേപിക്കുന്നത് അവസാനിക്കുന്നു. ഈ ജ്ഞാനത്തിൻ്റെ വിചാരസാഗരം മഥനം ചെയ്യേണ്ടത് ആവശ്യമാണ്. സ്റ്റുഡൻറ് വിചാരസാഗരം മഥനം ചെയ്ത് ജ്ഞാനത്തെ ഉന്നതിയിലേക്ക് കൊണ്ടുവരുന്നു. നിങ്ങൾക്ക് ഈ ജ്ഞാനം ലഭിക്കുന്നു. അതിന്മേൽ തൻ്റെ വിചാരസാഗര മഥനം ചെയ്യുന്നതിലൂടെ അമൃത് പുറത്തു വരും. വിചാരസാഗര മഥനം ചെയ്തില്ലെങ്കിൽ മഥനം നടക്കുമോ? ആസുരീയ വിചാരമഥനത്തിലൂടെ മാലിന്യം തന്നെയാണ് പുറത്തു വരുന്നത്. ഇപ്പോൾ നിങ്ങൾ ഈശ്വരീയ സ്റ്റുഡൻ്റ് ആണ്. മനുഷ്യനിൽ നിന്നും ദേവതയാകുന്നതിൻ്റെ പഠനം ബാബ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നതറിയുന്നു. ദേവതമാർ പഠിപ്പിക്കുകയില്ല. ദേവതമാരെ ഒരിക്കലും ജ്ഞാനത്തിൻ്റെ സാഗരം എന്ന് പറയുന്നില്ല.
ബാബ തന്നെയാണ് ജ്ഞാനത്തിൻ്റെ സാഗരം. അപ്പോൾ സ്വയം തന്നോട് ചോദിക്കണം, നമ്മളിൽ എല്ലാ ദൈവിക ഗുണവുമുണ്ടോ? അഥവാ ആസുരീയ ഗുണമുണ്ടെങ്കിൽ അതിനെ നീക്കം ചെയ്യേണ്ടതാണ്. അപ്പോൾ തന്നെയാണ് ദേവത ആകുന്നത്. ഇപ്പോൾ നിങ്ങൾ പുരുഷോത്തമ സംഗമയുഗത്തിലാണ്, പുരുഷോത്തമരായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അന്തരീക്ഷവും വളരെ നല്ലതായിരിക്കേണ്ടതാണ്. മോശമായ കാര്യങ്ങൾ വായിൽ നിന്നും വരാൻ പാടില്ല. ഇല്ലെങ്കിൽ പിന്നെ കുറഞ്ഞ പദവിയിലുള്ളവർ എന്ന് പറയും. അന്തരീക്ഷത്തിലൂടെ പെട്ടെന്ന് അറിയാൻ കഴിയുന്നു. വായിൽ നിന്നും പുറപ്പെടുന്ന വാക്കുകൾ തന്നെ ദുഃഖം നൽകുന്നവയാണ്. കുട്ടികളായ നിങ്ങൾക്ക് ബാബയുടെ പേര് പ്രസിദ്ധമാക്കേണ്ടതുണ്ട്. സദാ മുഖം ഹർഷിതമായിരിക്കണം. വായിൽ നിന്നും സദാ രത്നങ്ങൾ തന്നെ വരണം. ഈ ലക്ഷ്മി നാരായണൻ എത്ര ഹർഷിതമുഖമാണ്. ഇവരുടെ ആത്മാവ് ജ്ഞാനരത്നങ്ങൾ ധാരണ ചെയ്തിട്ടുണ്ടായിരുന്നു. വായിൽ നിന്നും ഈ രത്നങ്ങൾ പുറപ്പെടുവിക്കുമായിരുന്നു. രത്നങ്ങൾ തന്നെ കേൾക്കുകയും കേൾപ്പിക്കുകയും ചെയ്തിരുന്നു. എത്ര സന്തോഷം ഉണ്ടായിരിക്കേണ്ടതാണ്. ഇപ്പോൾ നിങ്ങൾ ഏതൊരു ജ്ഞാനരത്നങ്ങൾ സ്വീകരിക്കുന്നുവോ അത് പിന്നെ സത്യമായ വജ്രവൈഡൂര്യങ്ങളായി മാറുന്നു. നവരത്നങ്ങളുടെ മാല വജ്രവൈഡൂര്യങ്ങളുടേതല്ല, ഈ ചൈതന്യ രത്നങ്ങളുടെ മാലയാണ്. മനുഷ്യർ പിന്നെ അത് രത്നമാണെന്ന് മനസ്സിലാക്കി മോതിരങ്ങളും മറ്റും അണിയുന്നു. ജ്ഞാനരത്നങ്ങളുടെ മാല ഈ പുരുഷോത്തമ സംഗമയുഗത്തിൽ തന്നെയാണ് തയ്യാറാകുന്നത്. ഈ രത്നം തന്നെയാണ് 21 ജന്മത്തേക്ക് സമൃദ്ധമാക്കി മാറ്റുന്നത്. അതിനെ ആർക്കും കൊള്ളയടിക്കാൻ സാധിക്കില്ല. ഇവിടെ ധരിക്കുകയാണെങ്കിൽ ഉടൻ ആരെങ്കിലും കൊള്ളയടിക്കും. അപ്പോൾ സ്വയം തന്നെ വളരെയധികം അറിവുള്ളവരാക്കി മാറ്റണം. ആസുരീയ ഗുണങ്ങൾ നീക്കം ചെയ്യണം. ആസുരീയ ഗുണമുള്ളവരുടെ മുഖം തന്നെ ഇങ്ങനെയാകുന്നു. ക്രോധത്താൽ ചുവന്ന ചെമ്പു പോലെയാകുന്നു. കാമവികാരമുള്ളവരാണെങ്കിൽ പൂർണ്ണമായും കറുത്ത മുഖമുള്ളവർ ആകുന്നു. ശ്രീകൃഷ്ണനെയും കറുപ്പായി കാണിക്കുന്നുവല്ലോ. വികാരങ്ങൾ കാരണം തന്നെയാണ് വെളുപ്പിൽ നിന്നും കറുപ്പായത്. കുട്ടികളായ നിങ്ങൾക്ക് ഓരോ കാര്യത്തിൻ്റെയും വിചാരസാഗരമഥനം ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇത് വളരെയധികം ധനം നേടുന്നതിൻ്റെ പഠനമാണ്. കുട്ടികളായ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, ക്വീൻ വിക്ടോറിയയുടെ മന്ത്രി ആദ്യം വളരെ ദരിദ്രനായിരുന്നു. ദീപം തെളിയിച്ചു വെച്ച് പഠിക്കുമായിരുന്നു. എന്നാൽ ആ പഠനം രത്നമൊന്നുമല്ല. നോളജ് പഠിച്ച് പൂർണ്ണമായും പൊസിഷൻ നേടുന്നു. അപ്പോൾ പഠനമാണ് ഉപയോഗത്തിൽ വരുന്നത്, പൈസയല്ല. പഠനം തന്നെയാണ് ധനം. അത് പരിധിയുള്ളതാണ്. ഇത് പരിധിയില്ലാത്ത ധനമാണ്. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, ബാബ നമ്മളെ പഠിപ്പിച്ച് വിശ്വത്തിൻ്റെ അധികാരിയാക്കുന്നു. അവിടെയാണെങ്കിൽ ധനം സമ്പാദിക്കുന്നതിനായി പഠനം പഠിക്കില്ല. അവിടെയാണെങ്കിൽ ഇപ്പോഴുള്ള പുരുഷാർത്ഥത്തിലൂടെ അതിരറ്റ ധനം ലഭിക്കുന്നു. ധനം അവിനാശിയായി മാറുന്നു. ദേവതമാരുടെ അടുക്കൽ ധാരാളം ധനമുണ്ടായിരുന്നു. പിന്നെ എപ്പോഴാണോ വാമമാർഗത്തിൽ രാവണ രാജ്യത്തിൽ വരുന്നത്, അപ്പോഴും എത്ര ധനമുണ്ടായിരുന്നു, എത്ര ക്ഷേത്രങ്ങൾ നിർമ്മിച്ചു. പിന്നീട് മുസൽമാന്മാർ കൊള്ളയടിച്ചു. എത്ര ധനികരായിരുന്നു. ഇക്കാലത്തെ പഠനം കൊണ്ട് ഇത്രയും ധനികരാകാൻ സാധിക്കില്ല. അപ്പോൾ ഈ പഠനത്തിലൂടെ നോക്കൂ, മനുഷ്യൻ എന്തായി മാറുന്നു. ദരിദ്രനിൽ നിന്നും ധനികൻ. ഇപ്പോൾ ഭാരതത്തെ നോക്കൂ, എത്ര ദരിദ്രമാണ്. ധനികർ എന്നു പേരുള്ള ആരെല്ലാമുണ്ടോ അവർക്ക് ഒഴിവു സമയമേയില്ല. അവർക്ക് ധനത്തിൻ്റെയും പൊസിഷൻ്റെയും എത്ര അഹങ്കാരമാണുള്ളത്. ഇതിൽ അഹങ്കാരവും മറ്റും ഇല്ലാതാക്കണം. നമ്മൾ ആത്മാവാണ്. ആത്മാവിൻ്റെ അടുക്കൽ ധനസമ്പത്തുകളോ വജ്രവൈഡൂര്യങ്ങളോ ഒന്നും തന്നെയില്ല. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ദേഹസഹിതം ദേഹത്തിൻ്റെ എല്ലാ സംബന്ധവും ഉപേക്ഷിക്കൂ. ആത്മാവ് ശരീരം ഉപേക്ഷിക്കുമ്പോൾ പിന്നെ
ധനവും മറ്റുമെല്ലാം ഇല്ലാതായി പോകുന്നു. പിന്നെ എപ്പോഴാണോ പുതിയതായി പഠിക്കുകയും ചെയ്യുന്നത്, ധനം സമ്പാദിക്കുന്നത്, അപ്പോഴാണ് ധനികനാകുന്നത്. അല്ലെങ്കിൽ ദാനപുണ്യങ്ങൾ നന്നായി ചെയ്തിട്ടുണ്ടാകുമെങ്കിൽ ധനികരുടെ വീട്ടിൽ ജന്മമെടുക്കും. ഇത് പാസ്റ്റ് കർമ്മങ്ങളുടെ ഫലമാണ് എന്ന് പറയുന്നു. നോളജിൻ്റെ ദാനം നൽകുകയും കോളേജോ ധർമ്മശാലയോ മറ്റോ നിർമ്മിക്കുകയോ ആണെങ്കിൽ അതിൻ്റെ ഫലം ലഭിക്കുന്നു. പക്ഷേ അല്പകാലത്തേക്കാണ്. ഈ ദാനപുണ്യവും മറ്റുമെല്ലാം ഇവിടെയാണ് ചെയ്യപ്പെടുന്നത്. സത്യയുഗത്തിൽ ചെയ്യപ്പെടുന്നില്ല. സത്യയുഗത്തിൽ നല്ല കർമ്മമാണ് ഉണ്ടാകുന്നത്. കാരണം ഇപ്പോഴുള്ള സമ്പത്ത് ലഭിച്ചിരിക്കുകയാണ്. അവിടെ ഒരു കർമ്മവും വികർമ്മമാകില്ല. കാരണം രാവണനേ ഇല്ല. വികാരത്തിൽ പോകുന്നതിലൂടെ വികാരി കർമ്മം ഉണ്ടാകുന്നു. വികാരത്തിലൂടെ വികർമ്മം ഉണ്ടാകുന്നു. സ്വർഗത്തിൽ വികർമ്മമൊന്നും ഉണ്ടാകുന്നില്ല. മുഴുവൻ ആധാരവും കർമ്മങ്ങളുടെ മേലാണ്. ഈ മായ രാവണൻ അവഗുണി ആക്കുന്നു. ബാബ വന്ന് സർവഗുണ സമ്പന്നമാക്കുന്നു. രാമവംശിയുടെയും രാവണവംശിയുടെയും യുദ്ധം നടക്കുന്നു. നിങ്ങൾ രാമന്റെ കുട്ടികളാണ്. എത്ര നല്ല നല്ല കുട്ടികൾ മായയോട് തോറ്റുപോകുന്നു. ബാബ പേര് പറയുന്നില്ല, എങ്കിലും പ്രതീക്ഷ വയ്ക്കുന്നു. അധമത്തിലും അധമമായവരെ ഉദ്ധരിക്കേണ്ടതുണ്ട്. ബാബയ്ക്ക് മുഴുവൻ വിശ്വത്തെയും ഉദ്ധരിക്കേണ്ടതുണ്ട്. രാവണന്റെ രാജ്യത്തിൽ ഇപ്പോൾ എല്ലാവരും അധമഗതി പ്രാപിച്ചിരിക്കുകയാണ്. ബാബ രക്ഷപ്പെടാനും രക്ഷിക്കാനുമുള്ള യുക്തികൾ ദിവസവും മനസ്സിലാക്കിച്ചു തന്നുകൊണ്ടിരിക്കുന്നു. എന്നിട്ടും വീഴുന്നു. അപ്പോൾ അധമത്തിലും അധമമായി മാറുന്നു. അവർക്ക് പിന്നെ ഇത്രയും കയറുവാൻ സാധിക്കില്ല. ആ അധമത്വം ഉള്ളിൽ നീറിക്കൊണ്ടേയിരിക്കും. അന്തിമകാലത്തിൽ ആരാണോ സ്ത്രീയെ സ്മരിക്കുന്നത് എന്ന് പറയാറുണ്ട്, അവരുടെ ബുദ്ധിയിൽ ആ അധമത്വം തന്നെ ഓർമ്മ വന്നുകൊണ്ടിരിക്കും. ബാബ ഇരുന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു. കൽപ്പകൽപ്പങ്ങളിൽ നിങ്ങൾ തന്നെയാണ് കേൾക്കുന്നത്. സൃഷ്ടിയുടെ ചക്രം എങ്ങനെ തിരിയുന്നു? മൃഗങ്ങൾ അറിയുകയില്ലല്ലോ. നിങ്ങൾ തന്നെയാണ് കേൾക്കുന്നതും മനസ്സിലാക്കുന്നതും. മനുഷ്യൻ തന്നെയാണ്. ഈ ലക്ഷ്മി നാരായണനും മൂക്കും കാതും എല്ലാം ഉണ്ട്. ഏതായാലും മനുഷ്യനാണല്ലോ. പക്ഷേ ദൈവിക ഗുണങ്ങളുണ്ട്. അതിനാൽ അവരെ ദേവത എന്ന് പറയുന്നു. ഇവർ എങ്ങനെയാണ് ഇങ്ങനെയുള്ള ദേവതയാകുന്നത്? പിന്നെ എങ്ങനെയാണ് വീഴുന്നത്? ഈ ചക്രത്തെക്കുറിച്ച് നിങ്ങൾക്ക് തന്നെയാണ് അറിയാവുന്നത്. ആരാണോ വിചാരസാഗര മഥനം ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർക്ക് തന്നെയാണ് ധാരണയാകുന്നത്. ആര് വിചാരസാഗര മഥനം ചെയ്യുന്നില്ലയോ അവരെ ബുദ്ധു എന്ന് പറയും. മുരളി ക്ലാസ് നടത്തുന്നവരുടെ വിചാരസാഗര മഥനം നടന്നുകൊണ്ടേയിരിക്കും. ഈ ടോപ്പിക്കിന്മേൽ ഇന്നത് മനസ്സിലാക്കിച്ചു കൊടുക്കണം. പ്രതീക്ഷ വയ്ക്കുന്നു. ഇപ്പോൾ മനസ്സിലാക്കിയില്ലെങ്കിൽ മുന്നോട്ട് പോകവേ തീർച്ചയായും മനസ്സിലാക്കും. പ്രതീക്ഷ വയ്ക്കുക എന്നാൽ സർവീസിൻ്റെ താല്പര്യമുണ്ട് എന്നർത്ഥം. ക്ഷീണിക്കാൻ പാടില്ല. ആരെങ്കിലും കയറിയ ശേഷം അധമമായി എന്ന് വിചാരിക്കൂ. അഥവാ വരികയാണെങ്കിൽ സ്നേഹത്തോടെ ഇരുത്തുമല്ലോ, അതോ പൊയ്ക്കൊള്ളൂ എന്ന് പറയുമോ? സ്ഥിതിഗതികൾ ചോദിക്കേണ്ടി വരും. ഇത്രയും ദിവസം എവിടെയായിരുന്നു? എന്തുകൊണ്ട് വന്നില്ല? മായ തോൽപ്പിച്ചു എന്ന് പറയുമല്ലോ. ജ്ഞാനം വളരെ നല്ലതാണ് എന്ന് മനസ്സിലാക്കുന്നുമുണ്ട്. സ്മൃതി ഉണ്ടായിരിക്കുന്നുവല്ലോ. ഭക്തിയിലാണെങ്കിൽ തോൽവിയോ ജയമോ നേടുന്നതിൻ്റെ കാര്യമേയില്ല. ഇത് നോളജാണ്. ഇത് ധാരണ ചെയ്യേണ്ടതുണ്ട്. ഏതുവരെ നിങ്ങൾ ബ്രാഹ്മണൻ ആയില്ലയോ അതുവരെയും ദേവതയാകുവാൻ സാധിക്കില്ല. ക്രിസ്ത്യൻ, ബൗദ്ധർ, പാർസി തുടങ്ങിയവരിൽ ബ്രാഹ്മണരില്ല. ബ്രാഹ്മണന്റെ കുട്ടികളാണ് ബ്രാഹ്മണർ. ഈ കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നു. നിങ്ങൾക്കറിയാം, അൽഫിനെ ഓർമ്മിക്കേണ്ടതുണ്ട്. അൽഫിനെ ഓർമ്മിക്കുന്നതിലൂടെ ബേ അഥവാ ചക്രവർത്തി പദം ലഭിക്കുന്നു. ആരെങ്കിലും കണ്ടുമുട്ടിയാൽ പറയൂ, അൽഫ്. അള്ളാഹുവിനെ ഓർമ്മിക്കൂ. അൽഫിനെ തന്നെയാണ് ഉയർന്നത് എന്ന് പറയുന്നത്.
വിരൽ കൊണ്ട് അൽഫിന് നേരെ സൂചന ചെയ്യുന്നു. നേരായ അൽഫാണ്. അൽഫിനെ ഒന്ന് എന്നും പറയുന്നു. ഭഗവാൻ ഒന്ന് തന്നെയാണ്. ബാക്കി എല്ലാവരും കുട്ടികളാണ്. ബാബയെ അൽഫ് എന്ന് പറയുന്നു. ബാബ ജ്ഞാനവും നൽകുന്നു, തൻ്റെ കുട്ടിയും ആക്കുന്നു. അപ്പോൾ കുട്ടികളായ നിങ്ങൾ എത്ര സന്തോഷത്തിലിരിക്കേണ്ടതാണ്. ബാബ നമ്മുടെ എത്ര സേവനം ചെയ്യുന്നു, വിശ്വത്തിൻ്റെ അധികാരിയാക്കുന്നു. പിന്നെ സ്വയം ആ പവിത്ര ലോകത്തിൽ വരുന്നുമില്ല. പാവന ലോകത്തിൽ ആരും ആ ഒന്നിനെ വിളിക്കുന്നതേയില്ല. പതീത ലോകത്തിൽ തന്നെയാണ് വിളിക്കുന്നത്. പാവന ലോകത്തിൽ വന്ന് എന്തു ചെയ്യുവാനാണ്? ആ ഒന്നിൻ്റെ നാമം തന്നെ പതീത പാവനൻ എന്നാണ്. അപ്പോൾ പഴയ ലോകത്തെ പാവന ലോകമാക്കുക എന്നത് ആ ഒന്നിൻ്റെ ഡ്യൂട്ടിയാണ്. ബാബയുടെ നാമം തന്നെ ശിവൻ എന്നാണ്. കുട്ടികളെ സാലിഗ്രാമം എന്ന് പറയുന്നു. രണ്ടിൻ്റെയും പൂജയുണ്ടാകുന്നു. എന്നാൽ പൂജ ചെയ്യുന്നവർക്ക് ഒന്നും അറിയില്ല. പൂജിക്കുന്നതിൻ്റെ ഒരു ആചാരരീതി ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് മാത്രം. ദേവിമാരുടെയും ഫസ്റ്റ് ക്ലാസ് വജ്രങ്ങളുടെയും മുത്തുകളുടെയും കൊട്ടാരവും മറ്റും നിർമ്മിക്കുന്നു, പൂജ ചെയ്യുന്നു. അതാണെങ്കിൽ മണ്ണിൻ്റെ ലിംഗമുണ്ടാക്കി ഉടയ്ക്കുകയും ചെയ്യുന്നു. ഉണ്ടാക്കുന്നതിന് പ്രയത്നം തോന്നുന്നില്ല. ദേവിമാരെ ഉണ്ടാക്കുന്നതിൽ പ്രയത്നം തോന്നുന്നു. ആ ഒന്നിൻ്റെ അഥവാ ശിവ് ബാബയുടെ പൂജയിൽ പ്രയത്നം തോന്നുന്നില്ല. സൗജന്യമായി ലഭിക്കുന്നു. കല്ല് ജലത്തിൽ തേഞ്ഞ് തേഞ്ഞ് ഗോളമായി മാറുന്നു. പൂർണ്ണമായും അണ്ഡാകാരം ഉണ്ടാക്കുന്നു. ആത്മാവ് അണ്ഡം പോലെയാണ് എന്ന് പറയുകയും ചെയ്യുന്നു. അത് ബ്രഹ്മ തത്വത്തിൽ നിവസിക്കുന്നു. അതിനാൽ അതിനെ ബ്രഹ്മാണ്ഡം എന്ന് പറയുന്നു. നിങ്ങൾ ബ്രഹ്മാണ്ഡത്തിൻ്റെയും വിശ്വത്തിൻ്റെയും അധികാരി ആകുന്നു. അതിനാൽ ആദ്യം ഒരു ബാബയുടെ വിശദീകരണം നൽകണം. ശിവനെ ബാബ എന്ന് പറഞ്ഞ് എല്ലാവരും ഓർമ്മിക്കുന്നു. രണ്ടാമതായി ബ്രഹ്മാവിനെയും ബാബ എന്ന് പറയുന്നു. പ്രജാപിതാവാണ്. അപ്പോൾ മുഴുവൻ പ്രജയുടെയും പിതാവായല്ലോ. ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ. ഈ മുഴുവൻ ജ്ഞാനവും ഇപ്പോൾ കുട്ടികളായ നിങ്ങളിലുണ്ട്. പ്രജാപിത ബ്രഹ്മാവ് എന്ന് വളരെയധികം പറയുന്നു. പക്ഷേ യഥാർത്ഥ രീതിയിൽ ആരും അറിയുന്നില്ല. ബ്രഹ്മാവ് ആരുടെ സന്താനമാണ്? നിങ്ങൾ പറയും പരംപിത പരമാത്മാവിൻ്റെ എന്ന്. ശിവ് ബാബ ഇദ്ദേഹത്തെ അഡോപ്റ്റ് ചെയ്തു. അപ്പോൾ ഇദ്ദേഹം ശരീരധാരിയാണല്ലോ. എല്ലാവരും ഈശ്വരൻ്റെ സന്താനങ്ങളാണ്. പിന്നെ എപ്പോഴാണോ ശരീരം ലഭിക്കുന്നത്, അപ്പോൾ പ്രജാപിത ബ്രഹ്മാവിൻ്റെ അഡോപ്ഷൻ എന്ന് പറയുന്നു. മറ്റേ അഡോപ്ഷൻ അല്ല. ആത്മാക്കളെ പരംപിത പരമാത്മാവ് അഡോപ്റ്റ് ചെയ്തുവോ? ഇല്ല. നിങ്ങളെ അഡോപ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ ബ്രഹ്മകുമാർ കുമാരിമാരാണ്. ശിവ് ബാബ അഡോപ്റ്റ് ചെയ്യുന്നില്ല. എല്ലാ ആത്മാക്കളും അനാദിയും അവിനാശിയുമാണ്. എല്ലാ ആത്മാക്കൾക്കും അവരവരുടെ ശരീരവും അവരവരുടെ പാർട്ടും ലഭിച്ചിരിക്കുകയാണ്. അത് അഭിനയിക്കുക തന്നെ വേണം. ഈ പാർട്ട് തന്നെ അനാദിയും അവിനാശിയും പരമ്പരയായി തുടർന്നു വരുന്നതുമാണ്. അതിൻ്റെ ആദിയും അന്ത്യവും പറയുന്നില്ല. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: തൻ്റെ ധനാഢ്യതയുടെയും പൊസിഷൻ്റെയും മറ്റും അഹങ്കാരം മാറ്റണം. അവിനാശി ജ്ഞാനധനത്തിലൂടെ സ്വയം തന്നെ സമൃദ്ധമാക്കണം. സർവീസിൽ ഒരിക്കലും ക്ഷീണിക്കരുത്. അന്തരീക്ഷം നല്ലതാക്കി വയ്ക്കുന്നതിനായി മുഖത്തിൽ നിന്നും സദാ രത്നങ്ങൾ പുറപ്പെടുവിക്കണം. ദുഃഖം നൽകുന്ന വാക്കുകൾ വരരുത്. ഈ ശ്രദ്ധ വയ്ക്കണം. ഹർഷിതമുഖരായിരിക്കണം. വരദാനം: എങ്ങനെയുള്ള വായുമണ്ഡലത്തിലും മനസ്സിനെയും ബുദ്ധിയെയും സെക്കൻഡിൽ ഏകാഗ്രമാക്കുന്ന സർവശക്തി സമ്പന്നമായി ഭവിക്കട്ടെ. ബാബ് ദാദ എല്ലാ കുട്ടികൾക്കും സർവശക്തികളും സമ്പത്തായി നൽകിയിട്ടുണ്ട്. ഓർമ്മയുടെ ശക്തി എന്നതിൻ്റെ അർത്ഥമാണ്
മനസ്സിനെയും ബുദ്ധിയെയും എവിടെ യോജിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവോ അവിടെ യോജിക്കണം. എങ്ങനെയുള്ള വായുമണ്ഡലത്തിൻ്റെ ഇടയിലും തൻ്റെ മനസ്സിനെയും ബുദ്ധിയെയും സെക്കൻഡിൽ ഏകാഗ്രമാക്കൂ. പരിതസ്ഥിതി ചഞ്ചലതയുടേതായിക്കൊള്ളട്ടെ, വായുമണ്ഡലം തമോ ഗുണിയായിക്കൊള്ളട്ടെ, മായ തൻ്റേതാക്കാനുള്ള പ്രയത്നം ചെയ്താൽ പോലും സെക്കൻഡിൽ ഏകാഗ്രമാകൂ. ഇങ്ങനെയുള്ള കൺട്രോളിംഗ് പവർ ഉണ്ടാകണം. അപ്പോൾ സർവശക്തി സമ്പന്നം എന്ന് പറയും. സ്ലോഗൻ: വിശ്വമംഗളത്തിൻ്റെ ഉത്തരവാദിത്വത്തിൻ്റെയും പവിത്രതയുടെ ലൈറ്റിൻ്റെയും കിരീടം ധരിക്കുന്നവർ തന്നെയാണ് ഡബിൾ കിരീടധാരി ആകുന്നത്. ഓം ശാന്തി. യോഗത്തിൻ്റെ അഭ്യാസം. സംഗമയുഗത്തിലെ തപസ്വി സ്വരൂപമാണ് സ്വപരിവർത്തനത്തിൻ്റെയും വിശ്വപരിവർത്തനത്തിൻ്റെയും ആധാരം. ദിവ്യ ബുദ്ധിയാകുന്ന മൂന്നാമത്തെ നേത്രം ശക്തിശാലി ആയിരിക്കുമ്പോഴാണ് നമുക്ക് തപസ്വി സ്വരൂപം ആയിരിക്കുവാൻ സാധിക്കുന്നത്. അല്പസമയം മൂന്നാമത്തെ നേത്രത്തെ ശക്തിശാലിയാക്കുന്ന തപസ്യയിൽ ഇരിക്കാം. സംഗമയുഗേ ബ്രാഹ്മണ ജന്മത്തിൻ്റെ വിശേഷ ഉപഹാരമായി ലഭിച്ച മൂന്നാമത്തെ നേത്രത്തിലൂടെ ദിവ്യ ബുദ്ധിയിലൂടെ ഞാൻ എൻ്റെ ആത്മസ്വരൂപത്തെ ദർശിക്കുന്നു. മസ്തക മധ്യത്തിൽ ഭൃഗുടിയാകുന്ന സിംഹാസനത്തിൽ തിളങ്ങുന്ന മണിയായി ഞാൻ വിരാജിക്കുന്നു. ഞാൻ സ്വരാജ്യ അധികാരി ആത്മാവാണ്. സാകാര ദേഹത്തിൽ നിന്നും പഴയ ലോകത്തിൽ നിന്നും ഞാൻ ഉപരാമമാകുന്നു. മൂന്നാമത്തെ നേത്രത്തിലൂടെ ഞാൻ ആത്മലോകത്തെ ദർശിക്കുന്നു. സമസ്ത വിശ്വത്തിൻ്റെ മംഗളകാരിയായ ശിവഭഗവാന്റെ ദിവ്യ സാന്നിധ്യത്താൽ പ്രശോഭിതമായിരിക്കുന്ന ആത്മഗ്രഹത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ എത്ര ആനന്ദമാണ്! എത്ര ശാന്തിയാണ്! മധുരമായ ബാബ മൂന്നാമത്തെ നേത്രത്തിൻ്റെ ദിവ്യ വരദാനം നൽകി എന്നെ ശ്രേഷ്ഠ ഭാഗ്യത്തിൻ്റെ അധികാരിയാക്കി മാറ്റി. ബാബയുടെ സ്നേഹസാഗര സ്വരൂപത്തെ അനുഭവിച്ചുകൊണ്ട് എൻ്റേത് ഒരു ബാബ മാത്രം എന്ന ശക്തിശാലിയും
ഗഹനവുമായ തപസ്യയുടെ സ്ഥിതിയിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. ഒന്നിൻ്റെ മാത്രം ശക്തിശാലി ഓർമ്മ വികർമ്മങ്ങളുടെ ബന്ധനത്തെ ഭസ്മമാക്കുകയാണ്. സർവഗുണങ്ങളുടെയും ശക്തികളുടെയും ദിവ്യ വരദാനങ്ങളാൽ സമ്പന്നമാക്കുകയാണ്. എന്നിൽ പരമാത്മാ പവിത്രതയുടെ ശക്തി നിറയുന്ന അനുഭവം എനിക്കുണ്ടാകുന്നു. ഈ അതീന്ദ്രിയ സുഖമയ സ്ഥിതിയിൽ ഞാൻ ലീനമാകുന്നു. ഏകരസ സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നു. മായയെ ശക്തിഹീനമാക്കുന്ന, സമസ്യകളെ സമാപ്തമാക്കുന്ന എൻ്റെ മൂന്നാമത്തെ നേത്രം സദാ ശക്തിശാലിയായിരിക്കട്ടെ. ഈ ദൃഢസങ്കല്പം എടുത്തുകൊണ്ട് സാകാരത്തിലേക്ക് ഞാൻ മടങ്ങി വരുന്നു.